നമസ്കാരം. ഇതുപോലെ മഴ പെയ്തു തീർന്ന ഒരു സായാഹ്നത്തിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു അപരിചിതൻ കടന്നു വന്നു. എനിക്ക് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് വരികയാണ്. കുറുപ്പ് സാറിൻ്റെ ഒരു പഴയ ശിഷ്യനാണ്. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് 2 വർഷത്തിന് മുമ്പ് കണ്ടിരുന്നു. അപ്പോൾ അച്ഛനോട് തിരികെ പോകാൻ നേരത്ത് എന്ത് വേണം സാറേ എന്ന് ചോദിച്ചു. അപ്പം അച്ഛന് പേനായും അതോടെ തന്നെ വാച്ചും വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. നീ വരുമ്പോൾ എനിക്കൊരു വാച്ച് കൊണ്ടുതരാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം മടങ്ങി വരുന്നതിന് മുമ്പ് അച്ഛൻ മരണപ്പെട്ടു. പക്ഷെ അദ്ദേഹം മറക്കാതെ ആ വാച്ചുമായിട്ട് ഒറ്റപ്പാലത്ത് നിന്ന് കറുകച്ചാലിലെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആ വാച്ച് എന്നെ ഏൽപ്പിച്ചു. ആ വാച്ച് ഇപ്പോഴും നിധി പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വാച്ച് കാണുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഏതാണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്, അന്ന് 10ാം ക്ലാസ് പാസ്സായപ്പോൾ അച്ഛൻ വാങ്ങിച്ചു തന്ന മനോഹരമായൊരു വാച്ചുണ്ടായിരുന്നു. നല്ല ഡയലുള്ളൊരു വാച്ച്. ആ വാച്ച് ഞാൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ പിന്നൊരു കഥയുള്ളത്. അതെൻ്റെ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അന്ന് നാട്ടിൽ ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഞങ്ങൾ അന്നത്തെ ചെറുപ്പക്കാർ കൂട്ടുകാരെല്ലാം ചേർന്ന് എല്ലാ വർഷവും നാടകം അവതരിപ്പിക്കും. CL ജോസിൻ്റെ നാടകം, അല്ലെങ്കിൽ PR ചന്ദ്രൻ്റെ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത് നാട്ടിൽ നിന്ന് ചെറിയ പിരിവൊക്കെ എടുത്ത്, അന്നവിടെ കപ്പ കൃഷിയുള്ള കാലമാണ്. കപ്പ പറിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഒരു പന്തലൊക്കെ ഇട്ട് സ്റ്റേജിട്ട് അവിടെ നാട്ടുകാർ ഭയങ്കരമായ ആൾക്കൂട്ടമാണ്. കാരണം മറ്റേ ഒരു പ്രവർത്തനവും ഇല്ല, ഒരു ക്ലബിൻ്റെ പേരിലാണ്. അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടി വർഷങ്ങളായിട്ട് ഒരു 10-15ഓളം നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന്. യഥാർത്ഥത്തിൽ പാട്ടെഴുതാൻ ഞാൻ തുടങ്ങുന്ന അപ്പോഴാണ്. ഈ നാടകങ്ങൾക്കെല്ലാം പാട്ടെഴുതിയ ആ കാലത്ത് ഞാനാണ്. ഒരു എഴുത്തുകാരൻ എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സത്യം ഇതിനു വേണ്ടിയാണ്. ഈ സംഭവം നടക്കുന്നുണ്ട് 74-75 കാലഘട്ടത്തിലായിരുന്നു, നാടകാഭിനയത്തിൻ്റെ കാലഘട്ടം. അത് കുറേ കാലം തുടർന്നു. എനിക്കൊന്ന് അടിയന്തരാവസ്ഥയുടെ ഘട്ടം വരെയൊക്കെ ഞങ്ങൾ ഏതാണ്ട് നാടകമൊക്കെ നടന്നു. പക്ഷേ ആ നാടകത്തിൻ്റെ ഏതാണ്ട് 15ഓളം നാടകങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിമനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് ഞങ്ങളുടെ നാട്ടിലെ കലാകാരന്മാരുണ്ടായിരുന്നു. ജനങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചെന്നിരിക്കറിയാം. അപ്പം ഈ നടി മാത്രം പുറത്തുനിന്ന് കൊണ്ടുവരും. അന്ന് നടിക്ക് 100 രൂപ 200 രൂപയാണ് നടിക്ക് ഒരു നാടകത്തെ അഭിനയിക്കുന്നതിനുള്ള ചാർജ്. ഇതൊക്കെ ഞങ്ങളിവിടെ നാട്ടിൽ നിന്ന് പിരിച്ചു കൊടുക്കും. അങ്ങനെ വന്നു. പക്ഷേ ഒരു നാടകത്തിൻ്റെ അവസാനത്തെ ഒരു നാടകത്തിൻ്റെ സമയത്ത് നാട്ടിൽ നിന്ന് വിചാരിച്ച പോലെ പണം കിട്ടിയില്ല. മൈക്കുകാരൻ വേണം, നടിക്ക് പണം കൊടുക്കണം, മേക്കപ്പുകാർക്ക് കാശ് കൊടുക്കണം. നാടകമെല്ലാം കഴിഞ്ഞ് നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഇവരെ പറഞ്ഞു വിടാൻ മാർഗ്ഗമില്ല. ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ നോക്കിയിട്ട് ഏറ്റൊരു മാർഗ്ഗമില്ല. ഇതൊന്നും വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അന്ന് ഒറ്റ മാർഗ്ഗം ഉള്ളായിരുന്നു. ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന വാച്ച് എല്ലാവരും ഊരി. ഏതാണ്ട് 6-7 വാച്ച് കൊണ്ടുപോയി അന്ന് തൊട്ടടുത്തുള്ള ഒരാളിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ഏൽപ്പിച്ച് പണയം വെച്ച പൈസ എടുത്ത് ഈ നടിയെയും മൈക്കുകാരനെയും എല്ലാം പറഞ്ഞു വിട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു അതോടുകൂടി ഈ നാടക അവതരണ പരിപാടികൾ ഏതാണ്ട് അവസാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. പക്ഷെ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്തിയാടാ നിൻ്റെ കയ്യിൽ കിടന്ന വാച്ചെന്ന് ചോദിച്ചു. ഞാൻ അച്ഛനോടൊരു കള്ളം പറഞ്ഞു, കയ്യിലുണ്ടേ എന്ന് പറഞ്ഞു. സത്യത്തിൽ അച്ഛനത് മനസ്സിലായി കാണുമായിരിക്കും. പക്ഷെ അതെനിക്ക് വല്ലാത്തൊരു മനസാക്ഷി കുത്തായി. അച്ഛൻ ആദ്യമായി 10ാം ക്ലാസ് പാസ്സായതിൻ്റെ സന്തോഷത്തിന് വാങ്ങിക്കുന്ന വാച്ച് അത് ഞാൻ നഷ്ടപ്പെടുത്തിയില്ലെന്ന് ഓർത്തു. പക്ഷെ അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി ജീവിതത്തിൽ എത്ര വില കൂടിയ വാച്ച് കിട്ടിയാലും ഞാനത് ജീവിതത്തിൽ ഇനി വാച്ച് കിട്ടുകയില്ലെന്ന് വിചാരിച്ചു. നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ ഏതാണ്ട് 74കളുടെ ഒരു കാലഘട്ടത്തിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും ജീവിതത്തിൽ വാച്ച് കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് ഒരുപാട് വാച്ചുകൾ സമ്മാനമായി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ അടുത്ത ബന്ധുക്കൾക്കൊക്കെ ഞാൻ കൈമാറി. ഒരു വാച്ച് മാത്രം ഇപ്പോഴും ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഒരുപാട് സമയമെടുത്ത് നാട്ടിൽ വന്ന് അച്ഛൻ മരിച്ചു കഴിഞ്ഞെങ്കിലും ആ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അച്ഛന് വേണ്ടി എന്നെ ഏൽപ്പിച്ച അത് ഞാനൊരു വലിയ വിലയുള്ള ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമായി, ഒരു വലിയ വിലയേറിയ ഒരു അനുഭവമായിട്ട് ഞാനിപ്പോഴത് സൂക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ പൊതുജീവിതത്തിന് മുമ്പ് എൻ്റെ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ തുടക്കം ഒരു നഷ്ടപ്പെടലിൻ്റെ തുടക്കമായിരുന്നു.
പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു നഷ്ടപ്പെടലും അവസാനിക്കുന്നില്ല. എല്ലാ നഷ്ടപ്പെടലുകളും വീണ്ടെടുപ്പിൻ്റെയും പുതിയ യാത്രകളുടെയും തുടക്കമാണ്. നമുക്ക് ഈ ഇതിലൂടെ പുതിയ പുതിയ യാത്രകൾ നമുക്ക് പോകാം. എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.